സാറേ, മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ KM ഷാജിയും ET മുഹമ്മദ് ബഷീറും പരസ്യമായി തന്നെ പറയുന്നു ഈ ഭൂമി വഖഫിൻ്റെ തന്നെയാണെന്ന്. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു മുനമ്പം ഭൂമി വഖഫിൻ്റെ അല്ലെന്ന്. അപ്പോൾ ഇവിടെ ഒരു കള്ളക്കളി നടക്കുന്നില്ലേ? ഈ ലീഗ് കൃത്യമായിട്ട് മുനമ്പം ഭൂമി വഖഫിൻ്റെ ആണ് പിടിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലല്ലേ മുന്നോട്ട് വരുന്നത്? നമുക്ക് അങ്ങനെ വിലയിരുത്തിക്കൂടെ തന്നെ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ ആയിക്കോട്ടെ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ സത്യസന്ധമായിട്ടൊരു വിഷയത്തിൽ ഇടപെടാനായിട്ട് തയ്യാറില്ല. അതിപ്പോൾ നമുക്ക് മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒതുക്കി നിർത്തേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് പോയാലും CPM ആയിക്കഴിഞ്ഞാലും BJP ആയാലും കേരള കോൺഗ്രസ് ആയാലും ഇവന്മാരൊക്കെ യഥാർത്ഥത്തിൽ സത്യസന്ധമായൊരു വിഷയത്തിനോട് ഒപ്പം നിന്ന് പോരടിക്കുന്ന സമീപനം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് കാലമായി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുനമ്പം വിഷയം എന്ന് പറയുന്നത്. മുനമ്പം വിഷയം ആദ്യം ഉയർന്നു വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ തങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരാപ്പുഴയിലെത്തി ബിഷപ്പിനെ കണ്ട് സംസാരിച്ച കാര്യം മറന്നോ? അതെ, ഈ ലത്തീൻ അതിരൂപതയിലല്ലേ? അതെ, ലത്തീൻ അതിരൂപയായിട്ട് സംസാരിച്ചിട്ട് ഈ പ്രശ്നം എങ്ങനെയാലും പരിഹരിക്കണം എന്നാണ് അവരന്ന് പറഞ്ഞിരുന്നത്. അന്ന് അവരൊരിക്കലും ഈ ഭൂമി വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് വാദിച്ചിരുന്നില്ല. ഈ അവർ വന്നത് സമസ്ത ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷമാണ്. മുസ്ലിം ലീഗിൻ്റെ വാദം ഈ ഭൂമി വഖഫിൻ്റേതാണ് എന്ന് വരുന്നത് യഥാർത്ഥത്തിൽ സമസ്ത ഈ വിഷയം ഏറ്റെടുത്തതിന് ശേഷമാണ്. അവരുടെ ഒരു പത്രത്തിൽ എഴുതി ഇത് വഖഫിൻ്റെ ഭൂമിയാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അത് വിൽക്കാനായിട്ട് ആരെയും അനുവദിക്കുന്നില്ല, അത് വാങ്ങാൻ ആരെയും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കപ്പെട്ട ഒരിടമാണ് മുനമ്പം. യഥാർത്ഥത്തിൽ ഇത് വഖഫിൻ്റെ ഭൂമിയാണ് അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. VD സതീശൻ പറഞ്ഞാണ് ശരി. അപ്പോൾ 1.5 മാസം മുമ്പ് VD സതീശൻ പറഞ്ഞു ഇത് വഖഫിൻ്റെ ഭൂമി, ഇത് വഖഫിൻ്റെ ഭൂമി അല്ല എന്ന് VD സതീശൻ പറഞ്ഞതാണ് ശരി. പക്ഷേ ആ ആശയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ VD സതീശന് കഴിഞ്ഞില്ല. അവിടെയാണ് UDFന് മേൽ എത്രമാത്രം ശക്തമായിട്ട് ഈ മുസ്ലിം ലീഗ് നേതൃത്വം അവരുടെ അധികാരം സ്ഥാപിക്കുന്നു എന്നത് കേരള സമൂഹം പഠിക്കുന്നത്, കേരള സമൂഹം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു അടുത്ത തിരഞ്ഞെടുപ്പിലെ വ്യാഖ്യാനം പോകാൻ പോകുന്നത് ഇങ്ങനെയാണ്: UDFന് വോട്ട് ചെയ്താൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമായിത്തീരും. മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം ഒരു ഇഞ്ച് നീങ്ങാനായിട്ടുള്ള ശേഷി കോൺഗ്രസ്സിനില്ല. ഇത് നേരത്തെ ഉയർന്നു വന്നാണ് അല്ലേ? കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ 2 തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് UDF തോൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിവാദമായിരുന്നു. അതെ, മന്ത്രിസ്ഥാനം കിട്ടിയ മന്ത്രിസ്ഥാനം 5 മന്ത്രിമാർ ഞങ്ങൾക്ക് വേണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് സമൂഹം യഥാർത്ഥത്തിൽ ആ ഗവൺമെൻറ് വേണ്ട എന്ന് തീരുമാനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ വാദമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആദ്യം കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ തങ്ങളും എടുത്ത നിലപാടെന്ന് പറയുന്നത് കേരളത്തിന് സ്വീകാര്യമായ നിലപാടാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ ഇടപെട്ട് പ്രശ്നം തീർക്കുക, അതിന് ഗവൺമെൻറ് ഇടപെടണം എന്നൊക്കെ അവർ പറഞ്ഞത് നല്ല കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ നിലപാട് അതല്ല. ഈ ഭൂമി വഖഫിൻ്റെ ഭൂമിയാണെന്നാണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ ഇത് മുസ്ലിം തീവ്രവാദമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം തീവ്രവാദം ഇവരിത്ര ശക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രകാശ് ജാവദേക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിന് കൂടുതൽ പ്രാമുഖ്യം വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അപകടം മുഴുവൻ എന്താണ്? വഖഫ് നിയമമാണ്. അതുകൊണ്ട് വഖഫ് നിയമം മാറ്റണം എന്ന BJPയുടെ വാദം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ സഹായിക്കുന്ന നിലപാട് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് വഖഫിൻ്റെ ഭൂമി അല്ല എന്നുള്ളതാണ്. ഇത് സർക്കാരിൻ്റെ റവന്യൂ ഭൂമിയാണ്. സർക്കാരിൻ്റെ റവന്യൂ ഭൂമി ആയതുകൊണ്ട് മാത്രമാണ് ഇത് ക്രയവിക്രയം ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ആളുകൾ ഭൂമി പണം കൊടുത്ത് വാങ്ങുന്നു, പണം കൊടുത്ത് വാങ്ങിയ ഭൂമി പിന്നെ അവർ വിൽക്കുകയും മറ്റാളുകൾ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ ആദ്യം എന്താണ് ഫെറോ കോളേജിൻ്റെ കയ്യിലിരുന്ന ഭൂമി വാങ്ങിച്ച ആളുകളുടെ കയ്യിൽ തന്നെ അല്ല ഇപ്പോൾ ആ ഭൂമി ഇരിക്കുന്നത്. അവർ വാങ്ങിച്ചു, അവർ വിറ്റു, വേറെ ആളുകൾ വാങ്ങിച്ചു, അങ്ങനെ പലരും കൈമാറ്റം ചെയ്ത ഭൂമിയാണത്. അങ്ങനെ പലർക്കും ഇങ്ങനെ കൈമാറ്റം ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ റവന്യൂ നിയമത്തിന് വിധേയമായ ഭൂമിയാണെങ്കിൽ മാത്രം അത് സാധ്യമായി തീരുള്ളൂ. എന്നാൽ വഖഫ് ബോർഡ് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് സമിതിയുടെ വിരുദ്ധം കൊണ്ടുപോയി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും ഹൈക്കോടതി ജഡ്ജ് തലക്ക് വെളിവില്ലാത്ത രീതിയിൽ അത് പരിശോധിക്കാതെ അത് വഖഫ് ഭൂമിയാണ്, അതിൻ്റെ അകത്തൊരു വഖഫ് എന്ന് പറയുന്ന വാക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധി പ്രസ്താവിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമാണ് മുനമ്പം ദുരന്തം.
ഇപ്പം കഴിഞ്ഞ ദിവസമേ ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട രാജ്യസഭയിലെയും ലോക്സഭയിലെയും 7 എംപിമാർ ഒരു യോഗം കൂടി. എന്നിട്ട് അവർ തീരുമാനിക്കുന്നു, നമ്മൾ ഈ പറയുന്ന ക്രൈസ്തവ പുരോഹിതന്മാരെടുത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിനൊപ്പം നിൽക്കണം. അതായത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന നിലപാടുണ്ടല്ലോ, അവർക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നില്ലെങ്കിൽ സ്വാഭാവികമായി ഇവിടെ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് വരും. BJP ആണ് ഈ പ്രശ്നം പരിഹരിച്ചത്, BJP ആണ് ഇത് വരുത്തുന്നത് വരും. അപ്പം നമ്മൾ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എംപിമാർ തന്നെ ബിഷപ്പുമാരെടുത്ത് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു നിലപാടേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായ രാഷ്ട്രീയം എന്താ? മുനമ്പം പ്രശ്നമോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കാര്യമൊന്നുമല്ല. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെട്ട് കേരളത്തിൽ അവർ വളർച്ച നേടരുത്. ഇത് തന്നെയല്ലേ ഇരു കൂട്ടരും ഇപ്പം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അല്ല, അത് മാത്രമല്ല അതിൻ്റെ അകത്തുള്ള അപകടം. ഇവർക്ക് വോട്ട് കിട്ടി ജയിക്കണം, അതിന് മുസ്ലിങ്ങളുടെ വോട്ട് ആവശ്യമാണ്. ആ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് ഒപ്പം നിൽക്കുക, യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് പിൻവാങ്ങുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ക്രിസ്ത്യൻ എംപിമാർ കൂടി ഒരുമിച്ചേക്ക്. ഇവനൊക്കെ ക്രിസ്ത്യാനിയുടെ പേരിലല്ലല്ലോ ആളുകൾ തിരഞ്ഞെടുത്ത് അല്ല, പിന്നെ ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു ഒരുമിക്കണെന്തിനാ? എവിടെയാണ് ഇവൻ്റെ ക്രിസ്തീയത? അപ്പോൾ അതിനകത്തൊക്കെ കള്ളത്തരം, എല്ലാം കള്ളന്മാരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മാത്രമാണ് തങ്ങൾക്ക് ഗുണം കിട്ടുക എന്ന് ആലോചിച്ചിട്ടാണ് ഇവർ രഹസ്യമായിട്ട് യോഗം ചേരുകയും ആ യോഗത്തിൽ ഇങ്ങനെ തീരുമാനം എടുക്കുകയും ചെയ്ത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വഖഫ് ഭൂമി അല്ലാത്തതായ ഭൂമി വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് മുസ്ലിം ലീഗ് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു. ആ തീവ്രമായിട്ടുള്ള സമ്മർദ്ദത്തിൽ UDF വീഴുന്നു. UDFൻ്റെ എംപിമാർ രഹസ്യമായിട്ട് യോഗം ചേരുന്നു. എന്നിട്ട് അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ അല്ലെങ്കിൽ BJP വളർത്താനേ സഹായിക്കുള്ളൂ. BJP വളർത്താനാണ് ഇവരുടെ നിലപാടുകൾ സഹായിക്കുള്ളൂ. ഇവരും യഥാർത്ഥത്തിൽ BJP കാരണം BJP അവിടെ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒന്ന് അതിൻ്റെ അകത്തുണ്ട്. രണ്ടാമത് എന്താണ്? രണ്ടാമത് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ നിയമമാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ പ്രവർത്തനത്തെ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും അതിന് വളം വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്രിസ്തീയ എംപിമാർ ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ് BJP വളർത്തുന്നതിന് സഹായകരമായി തീരുന്നത്. അതല്ലാണ്ട് യഥാർത്ഥ പ്രശ്നം ഏറ്റെടുത്ത് അവർ നിലപാടെടുത്താൽ BJPയും വളരില്ല, ആരും വളരില്ല. കാരണം എന്താ? യഥാർത്ഥ പ്രശ്ന പരിഹാരമാണ് ജനങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. അപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഇത്തരം നിലപാടുമായിട്ട് വരുന്നത് മുസ്ലിം സമുദായത്തെ മുഴുവൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞങ്ങൾ ഈ വഖഫിന് ഈ സ്ഥലമെല്ലാം ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞത്. ഇതേ കാര്യം ആദ്യം മുന്നോട്ട് വെച്ച സമസ്തയാണ്. അന്ന് സമസ്തയിൽ ഒരു വിഭാഗം CPMനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ആരോപണമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന KM ഷാജി, ET മുഹമ്മദ് ബഷീർ ഒരു നിലപാടെടുക്കുകയും കുഞ്ഞാലിക്കുട്ടി വന്നിച്ച് പരസ്യ പ്രതികരണം നിർത്തണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറയുന്ന KM ഷാജിയോ ET മുഹമ്മദ് ബഷീറിനെ തള്ളി പറയുന്നില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് ലീഗിൻ്റെ ലക്ഷ്യം ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കുക, അത് തന്നെ ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ ക്രിസ്തീയ സമുദായത്തിലുള്ള കുറേ പേരെ കുടിയിറക്കുക ആത്യന്തികമായി അത് സംഭവിക്കുമല്ലേ? അങ്ങനെയാണ് നമുക്ക് കരുതാൻ പറ്റുക. അല്ല, അവിടെ താമസിക്കുന്ന ആളുകളെ കുടിയിറക്കാൻ അത് ക്രിസ്ത്യൻ കുടുംബങ്ങളെ കുടിയിറക്കൽ മാത്രമല്ല, ക്രിസ്ത്യൻ കുടുംബങ്ങളല്ലാത്ത കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് മുസ്ലിം കുടുംബങ്ങളൊന്നും കാര്യമായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടിയിറക്കപ്പെടുന്ന ആളുകൾ അവരുടെ പ്രശ്നം ആരേറ്റെടുക്കും? ഈ ക്രിസ്ത്യൻ എംപിമാരെല്ലാവരും കൂടി രഹസ്യ യോഗം ചേർന്ന് ഞാനിപ്പോൾ ഇവർക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ, അനുമതി ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തല്ലുകൊള്ളാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ സതീശൻ പോയ അന്ന് തന്നെയും മോശമായിട്ടുള്ള രീതിയിലാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ സംസാരിച്ചത്. കാരണം ഇവർ ഈ രണ്ട് കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നത്തെ, അതായത് ഇടതുപക്ഷവും അതേപോലെ വലതുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടിത്തള്ളി ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ് എന്ന് പറയുകയും ആ പറഞ്ഞ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി ആ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ അവിടെ നിന്ന് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് കൂടുതൽ വഷളായി പിന്നീട്. കാരണം അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞതോടുകൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല. സതീശൻ പറഞ്ഞ വഖഫ് ഭൂമിയല്ല എന്നുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ഒരു സമീപനം. പക്ഷേ മുസ്ലിം ലീഗ് പറയുന്നത് അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത്. അന്ന് തന്നെ മുനീർ അതിനെ എതിർത്തിരുന്നു. ഇപ്പോൾ അത് ഷാജി ഏറ്റെടുത്തു, ബഷീർ ഏറ്റെടുത്തു, മുസ്ലിം ലീഗ് മൊത്തം ഏറ്റെടുത്ത് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിക്കണം. അപ്പോൾ സമയത്തില്ലായിരുന്ന സമയമാണത്. പിന്നെ VD സതീശൻ അപ്പോൾ എന്തിനാണ് വീണ്ടും പറയുന്നത് വഖഫ് ഭൂമി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അല്ല, അതാണ് ആ രാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന ദുരന്തം. കാരണം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായത്തെ നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗൊക്കെ കൂടി ചേർന്നാൽ ഷാജിയൊക്കെ എന്ത് ശക്തമായിട്ടാണ് സതീശനെ എതിർക്കുന്നത്. അതെ. അപ്പോൾ സതീശൻ പറയുന്നത് തെറ്റാണ്,
സതീശൻ ഇങ്ങനെയുള്ളതൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സതീശൻ്റെ ഒരു വിഷയമായിട്ട് എടുക്കാൻ പാടില്ല. കേരളത്തിലെ UDF-ലെ എല്ലാ തീരുമാനങ്ങളും ലീഗ് എടുക്കും. ലീഗിൻ്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ലീഗിന് അനുകൂലം, ലീഗിനെതിരെ എന്ന് പറയുന്ന രണ്ട് നിലപാടുകൾ. അപ്പോൾ UDF-നോട് അവരാവശ്യപ്പെടുന്നത് നിങ്ങൾ ലീഗിന് അനുകൂലമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് UDF-ന് വിനയായിത്തീരും. കാരണം UDF എന്ന് പറയുന്നത് ലീഗിന് വഴങ്ങി ജീവിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ലീഗിനെ ജയിപ്പിക്കണം എന്നായിരിക്കും CPM-ഉം അതുപോലെ തന്നെ BJP-യും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്ന മുദ്രാവാക്യതാണ്. നിങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ നിങ്ങൾ ലീഗിനെയായിരിക്കും ജയിപ്പിക്കും, ലീഗിനെ ജയിപ്പിച്ചാൽ നിങ്ങൾ സമസ്തയായിരിക്കും ജയിപ്പിക്കും, സമസ്തയാണ് നിങ്ങൾ ജയിപ്പിക്കുന്നതെങ്കിൽ അത് ലീഗ് തീവ്രവാദികളെ ജയിപ്പിക്കുന്നതിന് തുല്യമായി തീരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊരു രാഷ്ട്രീയ യുദ്ധം വരാൻ പോകുന്ന കാലത്ത് മാറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്.